പ്രിയ വിദ്യാർത്ഥികളെ ഗുഡ് മോർണിംഗ്. അൽജിബ്രായിക് സ്ട്രക്ചർ എന്ന മൊഡ്യൂളിലെ 5th ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. നമുക്ക് കുറച്ച് പ്രോബ്ലംസും അതുപോലെ തന്നെ തുടർന്ന ടോപ്പിക്ക് ഐസോമോർഫിസം, ഹോമോമോർഫിസം, ഈ രണ്ട് ടോപ്പിക്കും ഡിസ്കസ് ചെയ്യാം. Question: show that any group G is abelian if and only if AB square, that is AB whole square, equal to A square B square for all AB belongs to G. ഏതൊരു അബീലിയൻ ഗ്രൂപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ എ ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്തായിരിക്കും? എ സ്ക്വയർ ബി സ്ക്വയർ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിലെ എല്ലാ എലമെൻസും ഏത് രണ്ട് എലമെൻറ്റും എ ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ ആണെങ്കിൽ ദാറ്റ് ഗ്രൂപ്പ് ഈസ് അബീലിയൻ. ഇവിടെ നമുക്ക് രണ്ട് പാർട്ട് പ്രൂവ് ചെയ്യാനുണ്ട്. ഒന്ന്, ജി അബീലിയൻ ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് തെളിയിക്കണം. അതേപോലെ എ ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു ജി ആണെങ്കിൽ ജിയിലെ ഏത് രണ്ട് എലമെൻ്റ് എടുത്ത് ഈ ഓപ്പറേഷൻ ഈക്വൽ ആണെങ്കിൽ ജി അബീലിയൻ ആണ് എന്ന് തെളിയിക്കണം. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കൂടി പറയാം. ഷോ ദാറ്റ് എനി ഗ്രൂപ്പ് ജി ഈസ് അബീലിയൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു ജി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും? ഈ ഒരു പാർട്ട്, ദറ്റ് ഈസ് അസ്യൂം ദാറ്റ് ജി ഈസ് അബീലിയൻ. ദറ്റ് ഈസ് അസ്യൂം ദാറ്റ് ജി ഈസ് അബീലിയൻ. J is abelian. We have to show that AB whole square equal to A square B square for all AB belongs to G. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ജി അബീലിയൻ ആണ് അസ്യൂം ചെയ്ത് എ ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ എന്ന് പ്രൂവ് ചെയ്യും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ദറ്റ് ഈസ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എടുത്തു. ദറ്റ് ഈസ് എ ബി ഹോൾ സ്ക്വയർ. എന്താണ് എ ബി ഹോൾ സ്ക്വയർ? എന്താണ് എ ബി കൊണ്ട് ഡിനോട്ട് ചെയ്യണത്, ഉദ്ദേശിക്കുന്നത് എ സ്റ്റാർ ബി എന്നാണ്. ഓക്കെ, എന്താണ് എ? ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി ഹോൾ സ്ക്വയർ അല്ലേ? എന്താണ് എ സ്റ്റാർ ബി ഹോൾ സ്ക്വയർ? ദറ്റ് ഈസ് എ സ്റ്റാർ ബി സ്റ്റാർ എ സ്റ്റാർ ബി. ഓക്കെ, ഇതാണ് എ സ്റ്റാർ ബി ഹോൾ സ്ക്വയർ. നെക്സ്റ്റ്, ജി ഗ്രൂപ്പ് ആയതുകൊണ്ട് അല്ലേ, ജി എന്താണ്? അബീലിയൻ ഗ്രൂപ്പാണ്. ദെർഫോർ ജി ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇവിടെ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ. നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ പറയുന്നുണ്ട്. എന്താണ്? ക്ലോസ്ഡ് ആയിരിക്കും, അസോസിയേറ്റീവ് ആയിരിക്കും, നെക്സ്റ്റ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യും, നെക്സ്റ്റ് ഇൻവേഴ്സ് എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യും. അബീലിയൻ ആയതുകൊണ്ട് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 5 കണ്ടീഷൻസും ജി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കാരണം ജി എന്താണ്? അബീലിയൻ എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, ദെർഫോർ ജി അബീലിയൻ ആയതുകൊണ്ട് എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആയിരിക്കും. ദെർഫോർ എ സ്റ്റാർ ബി സ്റ്റാർ ബി സ്റ്റാർ എ എന്ന് എഴുതാം. ഓക്കെ, പക്ഷേ ഇതിൻ്റെ തൊട്ട് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? ഈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് എ സ്റ്റാർ ബി സ്റ്റാർ എ ഇവിടെ ബ്രാക്കറ്റ് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് എ സ്റ്റാർ ബി സ്റ്റാർ എ സ്റ്റാർ ബി. ഇവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എ സ്റ്റാർ ബി സ്റ്റാർ എ സ്റ്റാർ ബിക്ക് നമുക്ക് എന്ത് ചെയ്യാം? എ സ്റ്റാർ ബി സ്റ്റാർ എ സ്റ്റാർ ബി എന്ന് എഴുതാം. കാരണം ജി എന്താണ്? അബീലിയൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ എന്ത് ചെയ്യാം? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് ബി സ്റ്റാർ എ ഈക്വൽ ടു എ സ്റ്റാർ ബി ആണ്. ദെർഫോർ എ സ്റ്റാർ ബി എന്ന് എഴുതാം. കാരണം ബി സ്റ്റാർ എ ഈക്വൽ ടു എ സ്റ്റാർ ബി ആണ്. കാരണം ജി അബീലിയൻ ഗ്രൂപ്പാണ്. അബീലിയൻ ആയതുകൊണ്ട് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. That equal to, next again associative property substitute ചെയ്യാം. That is A star A star B star B അല്ലേ? ഇങ്ങനെ ഫസ്റ്റ് രണ്ടെണ്ണത്തിനും സെക്കൻഡ് ലാസ്റ്റ് രണ്ടെണ്ണത്തിനും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ബ്രാക്കറ്റ് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം, ബ്രാക്കറ്റിൽ എഴുതാം.
ദാറ്റ് ഈസ് എ സ്റ്റാർ ബി സ്റ്റാർ ബി ഇത് ചെയ്യുന്നത് തന്നെയാണ് എന്ത് എ സ്റ്റാർ ബി ദാറ്റ് ഈക്വൽ ടു എന്താണ് എ സ്റ്റാർ എ അതാണ് എ സ്ക്വയർ അല്ലേ എ സ്ക്വയർ ആണ് എ സ്റ്റാർ എ ദാറ്റ് ഈസ് എ സ്റ്റാർ എ നെക്സ്റ്റ് സ്റ്റാർ ബി സ്ക്വയർ ദാറ്റ് ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തേ എ ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ ഓക്കെ നെക്സ്റ്റ് conversely suppose that ab whole square equal to a square b square for all ab belongs to G. Conversely suppose that ab whole square equal to a square b square for all ab belongs to G. അല്ലേ നമുക്ക് രണ്ട് പാർട്ടാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞു ജി അബീലിയൻ ആണെങ്കിൽ ഇതാണെന്ന് പ്രൂവ് ചെയ്യണം ഇതാണെങ്കിൽ ദാറ്റ് ഈസ് എ ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു ജി ആണെങ്കിൽ ജി അബീലിയൻ ആണ് എന്ന് പ്രൂവ് ചെയ്യണം ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു സെക്കൻഡ് പാർട്ടാണ് ദാറ്റ് ഈസ് എ ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു ജി ആണെങ്കിൽ ജി അബീലിയൻ ആണ് എന്ന് പ്രൂവ് ചെയ്യണം ഓക്കെ ദാറ്റ് ഈസ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് G is abelian. Okay. G is abelian. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നമുക്ക് എന്താ ഉള്ളത് എ ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ എങ്ങനെയാണ് ജി അബീലിയൻ എന്ന് പ്രൂവ് ചെയ്യാം എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു ജി ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ ദാറ്റ് ഈസ് ജി അബീലിയൻ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ് അബീലിയൻ ഈ റിസൾട്ടാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് നമുക്ക് തന്നിട്ടുള്ള കാര്യം എ ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ ആണ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം ദാറ്റ് ഈസ് എ ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ എന്താണ് എ ബി ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് എ സ്റ്റാർ ബി സ്റ്റാർ എ സ്റ്റാർ ബി അല്ലേ ദാറ്റ് ഈക്വൽ ടു എന്താണ് എ സ്ക്വയർ എ സ്റ്റാർ എ നെക്സ്റ്റ് സ്റ്റാർ ബി സ്റ്റാർ ബി നെക്സ്റ്റ് ഇവിടെ ജി അബീലിയൻ ആയതുകൊണ്ട് അബീലിയൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് ജി ഗ്രൂപ്പ് ആയതുകൊണ്ട് അബീലിയൻ അല്ല അബീലിയൻ ഗ്രൂപ്പാണ് എന്നാൽ നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ ജി ഗ്രൂപ്പ് ആയതുകൊണ്ട് ഏത് എലമെൻസിൻ്റെയും ഇൻവേഴ്സ് എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് എടുത്തിട്ടുണ്ട് എയും ബിയും ജിയിലെ എലമെൻ്റ് ആണ് ദെയർഫോർ എയുടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബി ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട് എന്ത് ഈ രണ്ട് എലമെൻറ്റ് എ ഇൻവേഴ്സും ബി ഇൻവേഴ്സും ആ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം എ ഇൻവേഴ്സ് കൊണ്ട് ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലും ബി ഇൻവേഴ്സ് കൊണ്ട് ഈ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലും ഓപ്പറേറ്റ് ചെയ്യാം അല്ലേ ദാറ്റ് ഈസ് ഇവിടെ എങ്ങനെ വരും ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് സ്റ്റാർ എ സ്റ്റാർ ബി സ്റ്റാർ എ സ്റ്റാർ ബി സ്റ്റാർ ബി ഇൻവേഴ്സ് എന്ത് ചെയ്തേ ഈ ഇക്വേഷൻ്റെ ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ ഈ ടേമിൻ്റെ റൈറ്റ് സൈഡിൽ ബി ഇൻവേഴ്സ് കൊണ്ടും ലെഫ്റ്റ് സൈഡിൽ എ ഇൻവേഴ്സ് കൊണ്ടും മൾട്ടിപ്പിൾ ചെയ്തു ദാറ്റ് ഈസ് ഓപ്പറേറ്റ് ചെയ്തു ഇവിടെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഇവിടെ എ ഇൻവേഴ്സ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എ ഇൻവേഴ്സ് കൊണ്ടും ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ബി ഇൻവേഴ്സ് കൊണ്ടും ഓപ്പറേറ്റ് ചെയ്യാം ദെയർഫോർ ഇവിടെ എങ്ങനെ വരും എ ഇൻവേഴ്സ് സ്റ്റാർ എ സ്റ്റാർ എ സ്റ്റാർ ബി സ്റ്റാർ ബി സ്റ്റാർ ബി ഇൻവേഴ്സ് ഓക്കെ ഇവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ ഇൻവേഴ്സ് എ എന്താണ് എ ഇൻവേഴ്സ് എ ഇ അല്ലേ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കാരണം എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ ആണെങ്കിൽ ബീനെ വിളിക്കുന്ന പേരാണ് എയുടെ ഇൻവേഴ്സ് അല്ലെങ്കിൽ എനെ വിളിക്കുന്ന പേരാണ് ബി ഇൻവേഴ്സ് ഓക്കെ ദെയർഫോർ എ ഇൻറ്റു ബി ദാറ്റ് ഈസ് ബി ഇൻവേഴ്സ് എയുടെ ഇൻവേഴ്സ് ആണെങ്കിൽ എ ഇൻറ്റു എ ഇൻവേഴ്സ് എപ്പോഴും ഇ ആയിരിക്കും ദെയർഫോർ ഇ സ്റ്റാർ ബി സ്റ്റാർ എ ഇവിടെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ദാറ്റ് ഈസ് ബി ഇൻറ്റു ദാറ്റ് ഈസ് ബി സ്റ്റാർ ബി ഇൻവേഴ്സ്
അതും എന്താണ് ഇ ആണ് അല്ലേ. ദാറ്റ് ഈക്വൽ ടു ഇവിടെയും എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എ ഇൻവേഴ്സ് ഇൻറ്റു എ ദാറ്റ് ഈസ് ഇ സ്റ്റാർ എ സ്റ്റാർ ബി സ്റ്റാർ, ഇവിടെയും എന്താണ് ബി സ്റ്റാർ ബി ഇൻവേഴ്സ് ദാറ്റ് ഈസ് ഇ ആണ്. എന്താണ് ഇ സ്റ്റാർ ബി? ഇ സ്റ്റാർ ബി ഈ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയതുകൊണ്ട് ഐഡൻറ്റിറ്റി എലമെൻറ്റിന് ഏത് എലമെൻ്റ് കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെൻറ്റിന് കിട്ടുക ദാറ്റ് ഈസ് ബി സ്റ്റാർ. ഇവിടെയും എന്താ എ സ്റ്റാർ ഇ ദാറ്റ് ഈസ് എ ദാറ്റ് ഈക്വൽ ടു ഇവിടെ എന്തായിരിക്കും എ സ്റ്റാർ ബി അല്ലേ. ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എ വരും, ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ബി വരും. ദാറ്റ് ഈസ് ബി സ്റ്റാർ എ ഈക്വൽ ടു എ സ്റ്റാർ ബി ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു ജി. അഥവാ ആർബിറ്ററി എലമെൻ്റ് നമ്മളിവിടെ എടുത്ത് എയും ബി എന്താണ് ജിയിലെ ഏത് എലമെൻറ്റും ആവാം. ഓക്കെ, ദെർഫോർ ബി സ്റ്റാർ എ ഈക്വൽ ടു എ സ്റ്റാർ ബി ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു ജി. ഏത് എലമെൻറ്റിനും ഇത് ശരിയാണ്. ദെർഫോർ ജി എന്താണ് അബീലിയൻ. ഓക്കെ, ദെർഫോർ ഇഫ് let group G is abelian if and only if AB whole square equal to A square B square for all AB belongs to G. Okay. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് പ്രൂഫ് ഞാൻ തന്നിട്ടുള്ള പ്രിൻ്റഡ് നോട്ടിലെ പേജ് നമ്പർ 237 കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഓരോ സ്റ്റെപ്പിൻ്റെയും റീസണുകൾ എന്ത് ചെയ്യണം, ബ്രാക്കറ്റിൽ എഴുതി വെക്കണം. ഓരോ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യണത്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആണോ, ഐഡൻറ്റിറ്റി എലമെൻ്റ് ഡെഫിനേഷൻ ആണോ, ഇൻവേഴ്സ് ഇവിടെ റൈറ്റ് ക്യാൻസലേഷൻ ലെഫ്റ്റ് ക്യാൻസലേഷൻ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രാക്കറ്റിൽ എഴുതി വെക്കണം. പേജ് നമ്പർ 237 നിങ്ങൾ ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഞാൻ ഒരു സെറ്റ് എ ഈക്വൽ ടു 1 2 എന്ന സെറ്റ്, ഇതിൽ ഒരു ഫങ്ഷൻ, ഇതിൽ ഉള്ള ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ദാറ്റ് ഈസ് F1. F1 ഈക്വൽ ടു ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം ഫസ്റ്റ്. ദാറ്റ് ഈസ് 1 2. ദാറ്റ് ഈസ് F1 പറഞ്ഞു കഴിഞ്ഞാൽ എയിലുള്ള ഒരു ഫങ്ഷനാണ്. ദാറ്റ് ഈസ് എയിൽ നിന്ന് എയിലോട്ടുള്ള ഒരു ഫങ്ഷനാണ്. ദാറ്റ് ഈസ് 1 2 1 2. 1നെ 1ലേക്ക് മാപ്പ് ചെയ്യുന്നു, 2നെ 2ലേക്ക് മാപ്പ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് F2 എന്ന ഫങ്ഷൻ, ദാറ്റ് ഈസ് അതും എയിലുള്ള ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. 1നെ 1 2 1 2, 1നെ 2ലേക്ക് മാപ്പ് ചെയ്യുന്നു, നെക്സ്റ്റ് 2നെ 1ലേക്ക് മാപ്പ് ചെയ്യുന്നു. ഇതും ഒരു ഫങ്ഷനാണ്. നെക്സ്റ്റ് F3 ദാറ്റ് ഈസ് 1 2 1 2, 1നെ 1ലേക്ക് മാപ്പ് ചെയ്യുന്നു, 2നെയും 1ലേക്ക് മാപ്പ് ചെയ്യുന്നു അല്ലേ. ഇതും ഒരു ഫങ്ഷനാണ്. നെക്സ്റ്റ് F4 1 2 1 2, 1നെ 2ലേക്ക് മാപ്പ് ചെയ്യുന്നു, 2നെ 2ലേക്ക് മാപ്പ് ചെയ്യുന്നു. ഇനി ഫങ്ഷൻ ഉണ്ടോ? ഇനി എയിൽ നമുക്ക് ഫങ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ, കംപ്ലീറ്റ് ഫങ്ഷനായി. ദാറ്റ് ഈസ് 1നെ 1ലേക്ക്, 2നെ 2ലേക്ക്, 1നെ 2ലേക്ക്, 2നെ 1ലേക്ക്, 1നെ 1ലേക്ക്, 2നെ 1ലേക്ക്, ഇവിടെ 1നെ 2ലേക്ക്, 2നെ 1ലേക്ക്. അപ്പോൾ ഈ 4 ഫങ്ഷനാണ് നിങ്ങൾക്ക് എ എന്ന സെറ്റിൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ G ഈക്വൽ ടു F1 F2 F3 F4, ഇവിടുത്തെ ഫങ്ഷൻ ഇവിടുത്തെ ഓപ്പറേഷൻ കോമ്പോസിഷൻ. എന്താണ് കോമ്പോസിഷൻ 2 ഫങ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ പറയാം. F ഒരു ഫങ്ഷൻ ദാറ്റ് ഈസ് A to B, നെക്സ്റ്റ് G ഒരു ഫങ്ഷൻ B to C ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, G കോമ്പോസിഷൻ F എന്ന ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാം അല്ലേ. എന്നാൽ G കോമ്പോസിഷൻ F ദാറ്റ് ഈസ് എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഒരു ഫങ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കോമ്പോസിഷൻ എന്ന ഓപ്പറേഷനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, G കോമ്പോസിഷൻ എന്നത് ഗ്രൂപ്പ് ആണോ എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. G എന്താണ്, ഫങ്ഷൻ സെറ്റ് ഓഫ് ഓൾ ഫങ്ഷൻ ഡിഫൈൻഡ് ഓൺ എ, ദ സെറ്റ് എ എന്ന സെറ്റിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള എല്ലാ ഫങ്ഷൻസിൻ്റെയും കളക്ഷനാണ് G. ഇവിടെ ഡിഫൈൻ ചെയ്ത ഓപ്പറേഷൻ കോമ്പോസിഷൻ ആണ്. നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പറേഷൻ ടേബിൾ ഫസ്റ്റ് വരയ്ക്കാം. അത് നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പാണോ അല്ലേ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മളെ ഓപ്പറേഷൻ ദാറ്റ് ഈസ് കോമ്പോസിഷൻ. ഇവിടെ നമ്മളെ എലമെൻറ്റ്സ് എഴുതാം, F1 F2 F3 F4. നെക്സ്റ്റ് ഇവിടെ F1
F2, F3, F4. ഇനി എന്താണ് F1 കോമ്പോസിഷൻ F1 അല്ലേ? F1 കോമ്പോസിഷൻ F1 നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്താ പിക്ചറായി വരയ്ക്കാം. ദാറ്റ് ഈസ് F1 കോമ്പോസിഷൻ F1. ദാറ്റ് ഈസ് ഇത് F1, നെക്സ്റ്റ് ഇതും F1. 1 2 1 2 1 2, 1ൽ നിന്ന് 1ലേക്ക്, 1ൽ നിന്ന് 2ന്ന് 2ലേക്ക് അല്ലേ? അതാണ് F1. ഇതും F1 ആണ്. ദാറ്റ് ഈസ് 1ൽ നിന്ന് 1ലേക്ക്, 2ൽ നിന്ന് 2ലേക്ക്. Therefore F1 കോമ്പോസിഷൻ F1 1 2 1 അല്ലേ? 1ൽ നിന്ന് 1ലേക്ക് പോയിട്ട് പിന്നെ അവിടുന്ന് 1ലേക്ക്. ദാറ്റ് ഈസ് 1 2 1. ദാറ്റ് ഈസ് F1 കോമ്പോസിഷൻ F1 നമുക്ക് എങ്ങനെ വരയ്ക്കാം? 1 2 1 2, 1ൽ നിന്ന് 1ലേക്ക്, അവിടെ നിന്ന് ഇങ്ങോട്ട് 1ലേക്ക്. ദാറ്റ് ഈസ് 1 2 1. നെക്സ്റ്റ് 2 2 2, ദാറ്റ് ഈസ് 2 2 2. അപ്പോൾ F1 കോമ്പോസിഷൻ F1 എന്താ കിട്ടിയത്? ഇതിൽ ഏത് ഫംഗ്ഷനാണോ ചെക്ക് ചെയ്യുക? 1നെ 1ലേക്കും 2നെ 2ലേക്കും. ദാറ്റ് ഈസ് F1 കോമ്പോസിഷൻ F1 ആണ് കിട്ടിയത്. അടുത്തത് F1 കോമ്പോസിഷൻ F2. F1 കോമ്പോസിഷൻ F2 പെട്ടെന്ന് വരച്ച് നോക്കാം. F1 F2 ദാറ്റ് ഈസ് 1 2 1 2 1 2, 1നെ 1ലേക്ക്, 2നെ 2ലേക്ക്. എന്താണ് F2 എന്തായിരുന്നു? F2 1നെ 2ലേക്ക്, 2നെ 1ലേക്ക് അല്ലേ? 2നെ 1ലേക്ക്. അങ്ങനെയാണെങ്കിൽ F1 കോമ്പോസിഷൻ F2 ആണ് ഇത് അല്ലേ? ഇതെങ്ങനെ വരും? ഈ രണ്ട് സെറ്റും വരയ്ക്കാം അല്ലേ? 1 2 1 2, 1നെ 1ലേക്ക് പോയിട്ട് പിന്നെ 2ലേക്കാണ് പോയിട്ടുള്ളത്. ദാറ്റ് ഈസ് 1 2 അല്ലേ? ഇവിടുത്തെ 1ൻ്റെ ഇമേജ് ഇവിടുത്തെ 2 ആണ്. നെക്സ്റ്റ് ഇവിടുത്തെ 2യുടെ ഇമേജോ ഇവിടുത്തെ 1 ആണ്. ദാറ്റ് ഈസ് 2 2 1. അപ്പോൾ ഇതേതാണ്? 1നെ 2ലേക്ക് പോകണം, 2നെ 1ലേക്ക് പോകണം. ദാറ്റ് ഈസ് ഇത് F2 ആണ്. ദർഫോർ ഇത് F2 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ പെട്ടെന്ന് ഈ പിക്ചർ നോക്കിയിട്ട് എഴുതാം. F1 കോമ്പോസിഷൻ F3. ദാറ്റ് ഈസ് F1ഉം F3യും ചെക്ക് ചെയ്താൽ മനസ്സിലാവും. 1നെ 1ലേക്ക്, എന്നിട്ട് ഇവിടെ 1ലേക്ക് പോയിട്ടുണ്ട്. 2നെ 2ലേക്ക്, എന്നിട്ട് 2 1ലേക്ക് പോയിട്ടുണ്ട് അല്ലേ? ഒന്നും കൂടി വരക്കാം. 1 2 1 2 1 2. ഓക്കെ, ശരിക്കും കോമ്പോസിഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ F1 കോമ്പോസിഷൻ F2 എഴുതുകയാണെങ്കിൽ F2 ആണ് ഫസ്റ്റ് എഴുതേണ്ടത്. ഞാൻ ഇവിടെ അത് ക്ലിയർ ചെയ്യാം. F2 ദാറ്റ് ഈസ് F കോമ്പോസിഷൻ G. F കോമ്പോസിഷൻ ഇവിടെ F എന്ന ഫംഗ്ഷൻ എന്ന് ബിയിലേക്കും, G എന്ന ഫംഗ്ഷൻ ബിന്ന് സിയിലേക്കുമാണെങ്കിൽ G കോമ്പോസിഷൻ F എങ്ങനെയായിരിക്കും? എയിൽ നിന്ന് സിയിലേക്കായിരിക്കും അല്ലേ? എയിൽ നിന്ന് സിയിലേക്കായിരിക്കും. A to C ആണ്. അപ്പോൾ ഇവിടെ ഏത് ഫംഗ്ഷനാണ് ഫസ്റ്റ് എഴുതുക? എപ്പോഴും G ആണ് എഴുതുക. ഇവിടെ ഞാൻ ജസ്റ്റ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. G എന്ന ഫംഗ്ഷൻ ഇവിടെയാണ് ഫസ്റ്റ് ഈ ഫംഗ്ഷൻ എഴുതേണ്ടത്. G ആണ്. നെക്സ്റ്റ് ആണ് എന്ത്? F2 എന്ന ഫംഗ്ഷൻ. ദാറ്റ് ഈസ് F1 കോമ്പോസിഷൻ F2 പറഞ്ഞു കഴിഞ്ഞാൽ F2 ആണ് ഫസ്റ്റ് എഴുതുക, പിന്നെയാണ് F1 എഴുതുക. F1 എന്തായിരുന്നു? 1 2 1 2 2 2. ഇനി 1ൽ നിന്ന് 2, നെക്സ്റ്റ് 2ൽ നിന്ന് 2. ദാറ്റ് ഈസ് 1 2 2. ദാറ്റ് ഈസ് അത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 1ൽ നിന്ന് 2, 2ൽ നിന്ന് 2. ദാറ്റ് ഈസ് 1 to 2. 2ൽ നിന്ന് 1ലേക്ക്, 1ൽ നിന്ന് 1ലേക്ക്. ദാറ്റ് ഈസ് 2 to 1. അപ്പോൾ ആൻസർ ക്ലിയർ ആയിരുന്നു. അപ്പോൾ അതേപോലെ ഇവിടെ നമ്മൾ ചെയ്യാൻ പോണത് ഈ F1 കോമ്പോസിഷൻ F3. അപ്പോൾ ഫസ്റ്റ് നമ്മൾ F1 കോമ്പോസിഷൻ F3 അല്ലെങ്കിൽ F3 കോമ്പോസിഷൻ F1. ഓക്കെ, അവിടെ F1 കോമ്പോസിഷൻ F3 തന്നെ എഴുതുമ്പോൾ F1 കോമ്പോസിഷൻ F3. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് F3 ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതുക അല്ലേ? ദാറ്റ് ഈസ് F3 എന്താ? F3 ഈക്വൽ ടു എന്തായിരുന്നു? 1ൽ നിന്ന് 1ലേക്ക്, 2ൽ നിന്ന് 1ലേക്ക്. എന്താണ് F1? 1ൽ നിന്ന് 1ലേക്ക്, 2ൽ നിന്ന് 2ലേക്ക്. ഇങ്ങനെയായിരുന്നു. ഓക്കെ, ഇനി F1 കോമ്പോസിഷൻ F3 എന്ത് വരും? 1ൽ നിന്ന് 1ലേക്ക്, എഗെയിൻ 1ലേക്ക്. നെക്സ്റ്റ് 2ൽ നിന്ന് 1ലേക്ക്, എഗെയിൻ 1ലേക്ക്. ഏതാണ് ഫംഗ്ഷൻ? ഇത് തന്നെയാണ് അല്ലേ? ദാറ്റ് ഈസ് F1 കോമ്പോസിഷൻ F3. ദാറ്റ് ഈസ് F3 കിട്ടി.
അതേപോലെ F1 കോമ്പോസിഷൻ F4 അതും നിങ്ങൾക്ക് കിട്ടാൻ പോണത് F4 ആയിരിക്കും. അപ്പോൾ F1 കോമ്പോസിഷൻ F1 F1 കോമ്പോസിഷൻ F2 F2, F1 കോമ്പോസിഷൻ F3 F3, F1 കോമ്പോസിഷൻ F4. നെക്സ്റ്റ് വീണ്ടും എന്ത് ചെയ്യാം, ഈ F2 കോമ്പോസിഷൻ F1 അല്ലേ, F2 കോമ്പോസിഷൻ F1 പെട്ടെന്ന് വരക്കാം. F2 നമ്മൾ ചെയ്യാൻ പോണത് F2 കോമ്പോസിഷൻ F1 ആണ്. ഫസ്റ്റ് എന്ത് വരക്കണം, F1 വരക്കണം, എന്നിട്ട് F2 വരക്കണം. 1 2 1 2 1 2, 1ൽ നിന്ന് 1ലേക്ക്, 2ൽ നിന്ന് 2ലേക്ക്, അതാണ് F1. എന്നാൽ F2 1ൽ നിന്ന് 2ലേക്ക്, 2ൽ നിന്ന് 1ലേക്ക്. ദാറ്റ് ഈസ് എന്ത് വരും, 1 2 1 2. 1 എങ്ങോട്ടാണ് മാപ്പ് ചെയ്യണത്, 1 2ലേക്കാണ് മാപ്പ് ചെയ്യണത്. 2 ഏതിലേക്കാണ്, 2 1ലേക്കാണ് മാപ്പ് ചെയ്യണത്. ദാറ്റ് ഈസ് F2 കോമ്പോസിഷൻ F1 എന്താ വന്നേ, F2 ആണ് കിട്ടിയത് അല്ലേ, ഇതാണ് കിട്ടിയത്. നെക്സ്റ്റ് F2 കോമ്പോസിഷൻ F2 എന്താ കിട്ടുക, പെട്ടെന്ന് എഴുതാം. F2 കോമ്പോസിഷൻ F2 ദാറ്റ് ഈസ് 1 2 1 2 1 2 അല്ലേ. F2 കോമ്പോസിഷൻ F2 1ൽ നിന്ന് 2ലേക്ക് പോകും. നെക്സ്റ്റ് 2ൽ നിന്ന് 1ലേക്ക് പോകും. ഇവിടെയും എന്താണ്, 1ൽ നിന്ന് 2ലോട്ടാണ്, 2ൽ നിന്ന് 1ലേക്കാണ്. അപ്പോൾ 1 2 2 2 2 1 ദാറ്റ് ഈസ് 1 2 1 വരും, 2 2 2 വരും. ഏതാണ് 1 2 1, ദാറ്റ് ഈസ് F1 ആണ് വീണ്ടും കിട്ടിയത് അല്ലേ, ഇത് F1 കിട്ടി. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് F2 കോമ്പോസിഷൻ F3. F2 കോമ്പോസിഷൻ F3 എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തത് F3 ആയിരിക്കണം അല്ലേ. F2 കോമ്പോസിഷൻ F3 എഴുതുന്നുണ്ടെങ്കിൽ F3 ആയിരിക്കണം ഫസ്റ്റ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് F3 1 2 1 2. എന്താണ് F3, 1 2 1 2 2 1. എന്താണ് F2, 1 2 2 2 2 1. ദാറ്റ് ഈസ് 1 2 2 2 2 2 അല്ലേ. 1ഉം 2ഉം ഏതിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്, 2ലേക്കാണ്. ദാറ്റ് ഈസ് F4 ആണ് നമുക്ക് കിട്ടിയത്, F4. ഇനി അടുത്തത് ഏതാണ്, F2 കോമ്പോസിഷൻ F4 കോമ്പോസിഷൻ F4. ഫസ്റ്റ് എഴുതണം, F4 എഴുതണം, നെക്സ്റ്റ് F2 എഴുതണം. ദാറ്റ് ഈസ് F4 എന്താണ്, 1 2 1 2 1നെയും 2നെയും 2ലേക്ക് മാപ്പ് ചെയ്തു. നെക്സ്റ്റ് F2 എന്താണ്, F2 1 2 1നെ 2ലേക്ക്, 2നെ 1ലേക്ക്. ദാറ്റ് ഈസ് ഇവിടെ എന്താ വരിക, 1നെയും 2നെയും 2ലേക്ക്, ഇത് രണ്ടും 1ലേക്കാണ്. ദാറ്റ് ഈസ് 1 2 1 2 2 1. ഏതാണ് രണ്ടും, ദാറ്റ് ഈസ് F3. നെക്സ്റ്റ് F3 കോമ്പോസിഷൻ F1 അല്ലേ. F3 കോമ്പോസിഷൻ F1 ഇവിടെ എഴുതാൻ പോവാണ്. F3 കോമ്പോസിഷൻ F1. ഫസ്റ്റ് എന്ത് ചെയ്യണം, F1 എഴുതണം. ദാറ്റ് ഈസ് 1 2 1 2 1 2. F3 കോമ്പോസിഷൻ F1 എഴുതുമ്പോൾ ഫസ്റ്റ് F1 എഴുതണം. ദാറ്റ് ഈസ് 1 2 1 2 2 2. നെക്സ്റ്റ് F3 എന്താണ്, F3 1 2 1 2 2 1. ഓക്കെ, ഇനി ഏതാണ്, 1ൽ നിന്ന് 1ലേക്ക്, നെക്സ്റ്റ് 2ൽ നിന്നും 1ലേക്ക്. ദാറ്റ് ഈസ് F3 കോമ്പോസിഷൻ F1 ദാറ്റ്സ് ഈക്വൽ ടു F3. നെക്സ്റ്റ് F3 കോമ്പോസിഷൻ F2 കോമ്പോസിഷൻ F2 അല്ലേ. വീണ്ടും 3 നമ്മൾ എഴുതി, 3 സെറ്റ് എഴുതി. ഫസ്റ്റ് F2 എഴുതണം. ദാറ്റ് ഈസ് 1 2 1 2, 1നെ 2ലേക്ക്, 2നെ 1ലേക്ക്. നെക്സ്റ്റ് എന്താണ് F2 നെക്സ്റ്റ് F3 1 2 1നെ 1ലേക്ക്, 2നെ 1ലേക്ക്. അപ്പോൾ 1നെ 2ലേക്ക്, 2നെ 1ലേക്ക്, 2നെ 1ലേക്ക്, ഇതെല്ലാം 1ലേക്ക് അല്ലേ, എല്ലാം 1ലേക്കാണ്, F3 ആണ് അല്ലേ. ദാറ്റ് ഈസ് F3. നെക്സ്റ്റ് F3 കോമ്പോസിഷൻ F3 അല്ലേ. F3 കോമ്പോസിഷൻ F3 ഇത് വരും, ഇവിടെ എഴുതാം. ദാറ്റ് ഈസ് 1 2 1 2. നെക്സ്റ്റ് 1 2 1നെ 1ലേക്ക്, 2നെ 1ലേക്ക്, 1നെ 1ലേക്ക്, 2നെ 1ലേക്ക്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 1 2 1 2 1 2 1 again. ദാറ്റ് ഈസ് F3.
അല്ലേ? F3 കോമ്പോസിഷൻ F3 1നെ 1ലേക്ക് പോവും, നെക്സ്റ്റ് ഈ 1നെ 1ലേക്ക് തന്നെ പോവും, 2നെ 1ലേക്ക് പോവും, നെക്സ്റ്റ് ഈ 1നെ അഗെയിൻ 1ലേക്ക് പോവും. നെക്സ്റ്റ് F3 കോമ്പോസിഷൻ F4, F3 കോമ്പോസിഷൻ F4 ഞാൻ ഇവിടെ വരയ്ക്കാം. F3 കോമ്പോസിഷൻ F4 ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതണം? F4 എഴുതണം, പിന്നെ F3 എഴുതണം അല്ലേ? 1 2 1 2 1 2. ഫസ്റ്റ് F3 വീണ്ടും പറയുകയാണെങ്കിൽ F3 കോമ്പോസിഷൻ F4 എഴുതുകയാണെങ്കിൽ F4 ആണ് ഫസ്റ്റ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ദറ്റ് ഈസ് 1 to 2 2 to 2. നെക്സ്റ്റ് എന്താണ് F3? 1 to 1 2 to 1. Therefore 1 to 2 1 to 1 2 to 1 ഇതെല്ലാം 1ലേക്ക്, അതേതാണ് F3. ദറ്റ് ഈസ് ഇത് F3 വരും അല്ലേ? അപ്പോൾ ഈ ഒരു കോളം നോക്കിക്കഴിഞ്ഞാൽ ഈ റോ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് F3 ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇതും ഇതേപോലെ നിങ്ങൾ ഫില്ല് ചെയ്യണം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ടാസ്ക് നിങ്ങൾക്ക് വിട്ടു തരികയാണ്. ഈ കോളം ഈ റോയെ നിങ്ങൾ ഫില്ല് ചെയ്യണം. ഇനി ഇത് ഗ്രൂപ്പാണോ അല്ലേ ചെക്ക് ചെയ്യാം. ഗ്രൂപ്പ് ആവണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരിക്കണം? ഇൻവേഴ്സ് എലമെൻറ്റ് ഫസ്റ്റ് തന്നെ ക്ലോസ്ഡ് ആയിരിക്കണം. നമുക്കറിയാം ക്ലോസ്ഡ് ആണ് അല്ലേ? വേറെ പുതുതായി ഒരു ഫംഗ്ഷൻ വന്നിട്ടില്ല. പിന്നെ ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രൂപ്പാണോ അല്ലേ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ മനസ്സിലാക്കാം? ഈ ഒരു കോളത്തിൽ F1 F2 F3 F4 ഇതെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ഫംഗ്ഷൻ ആയിരിക്കണം, ഇതെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ഫംഗ്ഷൻ ആയിരിക്കണം, ഇതെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ഫംഗ്ഷൻ ആയിരിക്കണം. പക്ഷേ ഈ ഒരു കോളം റോ നോക്കിക്കഴിഞ്ഞാൽ F3 മാത്രമേ വന്നിട്ടുള്ളൂ. ഇത് F3 മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇതെന്തല്ല, ഈ ഓപ്പറേഷൻ അണ്ടർ ദിസ് സെറ്റ് G നോട്ട് എ ഗ്രൂപ്പ്. ഏത് കോളം ഏത് റോയും നോക്കിക്കഴിഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റ് ഫംഗ്ഷനെ വരാൻ പറ്റുള്ളൂ. ദറ്റ് ഈസ് F1 ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ റോ ക്ലിയർ ആണ്, ഈ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ റോ ക്ലിയർ ആണ്. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു? F3 റിപ്പീറ്റ് ചെയ്തു. മാത്രമല്ല കോളം വൈസ് നോക്കുമ്പോഴും ഇവിടെ F3 വന്നു, ഇവിടെ F3 വന്നു അല്ലേ? അപ്പോൾ ഒരു കോളം ഒരു റോയും നോക്കുമ്പോൾ അതിൽ ഒരു എലമെൻറ്റേ വരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് എന്താ ടേബിളിൽ നിന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ഫംഗ്ഷൻ ആയിരിക്കണം എല്ലാ കോളത്തിലും എല്ലാ റോയിലും വരേണ്ടത്. അതുകൊണ്ട് ഇതെന്തല്ല, ഇത് ഗ്രൂപ്പ് അല്ല. ഓക്കെ, അപ്പോൾ ടേബിളിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഗ്രൂപ്പാണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ ഫില്ല് ചെയ്യണം. ഞാൻ ഇവിടെ സ്പേസ് ഇല്ലാത്തത് കൊണ്ടും സമയമില്ലാത്തത് കൊണ്ടും വിട്ട് ഒഴിവാക്കുകയാണ്. ഈ ഒരു റോ നിങ്ങൾ ഫില്ല് ചെയ്യണം. ഓക്കെ, സിമ്പിളാണ്. സാധാരണ കോമ്പോസിഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഫില്ല് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഇത് മോണോയിഡ് ആണോ? ഇത് ഫസ്റ്റ് സെമി ഗ്രൂപ്പ് ആണോ? എന്താണ് സെമി ഗ്രൂപ്പിൻ്റെ ഡെഫിനിഷന്? സെമി ഗ്രൂപ്പിൻ്റെ ഡെഫിനിഷൻ ക്ലോസ്ഡ് ആയിരിക്കണം, അസോസിയേറ്റീവ് ആയിരിക്കണം. നിങ്ങൾ ചെക്ക് ചെയ്യണത് F1 കോമ്പോസിഷൻ F2 കോമ്പോസിഷൻ F3 ഇത് തന്നെയാണോ ഈ F1 കോമ്പോസിഷൻ, ദറ്റ് ഈസ് F1 കോമ്പോസിഷൻ F2 കോമ്പോസിഷൻ F3 ഇത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? ഇത് സെമി ഗ്രൂപ്പ് ആയിരിക്കും. നെക്സ്റ്റ്, സെമി ഗ്രൂപ്പ് ആണെങ്കിൽ അതിൻ്റെയും ഒന്നും കൂടി അഡ്വാൻസ്ഡ് ഫോമാണ് എന്ത്? മോണോയിഡ്. എന്നാൽ മോണോയിഡും പ്രത്യേകത സെമി ഗ്രൂപ്പും അതേപോലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇതിലുണ്ടെങ്കിൽ ഉണ്ടോ? ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ടോ? ദറ്റ് ഈസ് നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. F1ൻ്റെ കൂടെ ഏത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആ എലമെൻ്റ് കിട്ടുക അല്ലേ? F1 കോമ്പോസിഷൻ F1 ആണ് കിട്ടിയത്. F1 കോമ്പോസിഷൻ F2 ആണ് കിട്ടിയത്. F1 കോമ്പോസിഷൻ F3 ആണ് കിട്ടിയുള്ളത്. F1 കോമ്പോസിഷൻ F4 ഓക്കെ F4 ആണ് കിട്ടിയുള്ളത്. അതേപോലെ F2 കോമ്പോസിഷൻ F2 ആണ് അല്ലേ? നെക്സ്റ്റ് F3 കോമ്പോസിഷൻ F1 ദറ്റ് ഈസ് F3 ആണ്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് എല്ലാ എലമെൻറ്റ്സിനും F1 കോമ്പോസിഷൻ Fi ഈക്വൽ ടു Fi ആണെങ്കിൽ ഇതിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് F1 ആണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ സെമി ഗ്രൂപ്പാണോ ഫസ്റ്റ് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് Fi ഇവിടെ ഒന്നും കൂടി ചെക്ക് ചെയ്യാനുള്ളൂ അല്ലേ? ഈ F4ൻ്റെ കേസ് മാത്രമേ ഇനി ചെക്ക് ചെയ്യാനുള്ളൂ. F4 കോമ്പോസിഷൻ F1ഉം F4 ആണെങ്കിൽ F1 ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. ദെർഫോർ ദിസ് മോണോയിഡ് എന്ന് പറയാം. എപ്പോൾ? സെമി ഗ്രൂപ്പ് ആണെങ്കിൽ. അപ്പോൾ സെമി ഗ്രൂപ്പ് ആണോ അല്ലേ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്കുള്ള ടാസ്ക് ആണ്. ഓക്കെ, ഈ ഒരു പ്രോബ്ലം പേജ് നമ്പർ
218 പേജ് നമ്പർ 218 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. സെറ്റ് ഓഫ് ആൾ പെർമ്യൂട്ടേഷൻ എന്നാണ് ഇവിടെ F1, F2, F3, F4 എടുത്തുള്ളത്. പക്ഷേ പെർമ്യൂട്ടേഷൻ അല്ല. പെർമ്യൂട്ടേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ 1 on 2 ഫംഗ്ഷനാണ്. ഇവിടെ നമുക്ക് മനസ്സിലാവും ഇതെന്തല്ല ഫംഗ്ഷനാണ്, പക്ഷേ ഇത് 1 on 2 ഫംഗ്ഷൻ അല്ല, ബൈജക്റ്റീവ് ഫംഗ്ഷൻ അല്ല. ഓൺ 2 ആണെങ്കിൽ 2ക്ക് ഇവിടെ പ്രീ ഇമേജ് വേണം അല്ലേ? അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിലെ മിസ്റ്റേക്ക് ആവാം. ഇവിടെ സെറ്റ് ഓഫ് ആൾ ഞാൻ നിങ്ങൾക്ക് പ്രിൻ്റഡ് നോട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് S2 be the set of all permutation on the set A equal to 1, 2. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലും ഇതേപോലെയാണ്, അതുകൊണ്ടാണ് ഇതേപോലെ പ്രിൻ്റ് ചെയ്ത് വന്നത്. അപ്പോൾ ഇവിടെ ഉള്ള മിസ്റ്റേക്ക് പെർമ്യൂട്ടേഷൻ അല്ല. പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ ഇവിടെ 4 ഫംഗ്ഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവിടെ സെറ്റ് ഓഫ് ആൾ ഫംഗ്ഷൻ ലെറ്റ് S2 അല്ലെങ്കിൽ ലെറ്റ് A be the അല്ലെങ്കിൽ G be the സെറ്റ് ഓഫ് ആൾ പെർമ്യൂട്ടേഷൻ ഉണ്ട്. ഇവിടെ സെറ്റ് ഓഫ് ആൾ ഫംഗ്ഷൻ ഇത് നിങ്ങളാക്കി മാറ്റണം. ഓക്കെ, ഫംഗ്ഷനാണ്, അല്ലാതെ പെർമ്യൂട്ടേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ 1 on 2 ഫംഗ്ഷനെയാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയാം. അപ്പോൾ ഇത് 1 on 2 ഫംഗ്ഷൻ അല്ല. കാരണം ഇതിൽ 1 on 2 ഫംഗ്ഷൻ ആകെ 2 എണ്ണേ ഉള്ളൂ. ഇതായിട്ട് F1ഉം F2 മാത്രമേ എന്തുള്ളൂ 1 on 2 ഫംഗ്ഷൻ. ഇത് on 2 ഫംഗ്ഷൻ അല്ല. അപ്പോൾ പെർമ്യൂട്ടേഷൻ അല്ല, സെറ്റ് ഓഫ് ആൾ ഫംഗ്ഷൻ എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് കറക്റ്റ് ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് സെറ്റ് ഓഫ് ആൾ പെർമ്യൂട്ടേഷൻ S2 ദാറ്റ് ഈസ് കഴിഞ്ഞ ഇപ്പം ചെയ്ത അതേ ക്വസ്റ്റ്യനിലെ ആ കറക്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് ചെക്ക് ചെയ്യാം. ലെറ്റ് S2 be the set of all permutation on the set A equal to 1, 2. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഉണ്ടാവുക? F1 ഉണ്ടാവും അല്ലേ? F1 പറഞ്ഞു കഴിഞ്ഞാൽ 1നെ 1ലേക്ക്, 1, 2, 1, 2, 1നെ 1ലേക്ക്, 2നെ 2ലേക്ക്. എന്താണ് F2 ഈക്വൽ ടു 1നെ 2ലേക്ക്, 1നെ 2ലേക്ക്, 2നെ 1ലേക്ക്. അപ്പോൾ ഇതാണ് S2ലുള്ള ഫംഗ്ഷൻ. S2ൽ അപ്പോൾ 2 എലമെൻ്റ് ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ഇതിൻ്റെ പെട്ടെന്ന് ഇതിൻ്റെ ഓപ്പറേഷൻ ടേബിൾ എന്ന് വരയ്ക്കാം. ദാറ്റ് ഈസ് ഇവിടെ ഓപ്പറേഷൻ കോമ്പോസിഷൻ F1, F2, F1, F2 ചെക്ക് ചെയ്യാം. F1 കോമ്പോസിഷൻ F1 കോമ്പോസിഷൻ F1. ഇത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു മെട്രിക്സ് മെത്തേഡിൽ വേണമെങ്കിൽ ചെയ്യാം. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ മെട്രിക്സ് മെത്തേഡിൽ ചെയ്യാൻ പറ്റിയായിരുന്നു. ദാറ്റ് ഈസ് 1, 2, 1നെ 1ലേക്ക്, 2നെ 2ലേക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ഇതിനെയും നെക്സ്റ്റ് F1 കോമ്പോസിഷൻ F1 അല്ലേ? അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? 1, 2, 1നെ 1ലേക്ക്, 2നെ 2ലേക്ക്. ഇതിൻ്റെ മീനിങ് എന്താ? 1നെ അഥവാ ഈ ഒരു കോളാണ് നമ്മൾ ഇവിടെ റോ ആക്കി എഴുതിയിട്ടുള്ളത്. ദാറ്റ് ഈസ് 1, 2 എന്ന എലമെൻറ്റിൻ്റെ 1ൻ്റെ ഇമേജാണ് 1, 2യുടെ ഇമേജാണ് 2. നെക്സ്റ്റ് 1ൻ്റെ ഇമേജാണ് 1. ഇതാണ് എന്ത്? F1 കോമ്പോസിഷൻ F1. ഓക്കെ, ഇനി ഇതിൻ്റെ ഓപ്പറേഷൻ ടേബിൾ ഇതിൻ്റെ നമ്മൾ കിട്ടുന്ന F1 കോമ്പോസിഷൻ F1 അതിൻ്റെ മെട്രിക്സും വളരെ സിമ്പിളായിട്ട് വരയ്ക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യാം? 1, 2 എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? 1 ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ? F1 ആണെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞു F1 കോമ്പോസിഷൻ F1 ആണെങ്കിൽ F കോമ്പോസിഷൻ G ആണെങ്കിൽ G ആണ് ഫസ്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. 1നെ 1ലേക്ക് പോകുന്നു, ഇവിടുത്തെ 1നെ 1ലേക്ക് പോകുന്നു. അപ്പോൾ 1നെ 1ലേക്ക് പോയി. നെക്സ്റ്റ് 2നെ 2ലേക്ക് പോകുന്നു, നെക്സ്റ്റ് ഇവിടുത്തെ 2ഉം 2ലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് 2 ഇതിലേക്ക് പോകും. ദാറ്റ് ഈസ് 2 to 2. ഇതാണ് F1 അല്ലേ? ദാറ്റ് ഈസ് ഇവിടെ F1 വരും. നെക്സ്റ്റ് എന്താണ് F1 കോമ്പോസിഷൻ F2? ഫസ്റ്റ് എന്ത് ചെയ്യണം? F1 എഴുതുക. ദാറ്റ് ഈസ് 1, 2, 1നെ 1ലേക്ക്, 2നെ 2ലേക്ക് കോമ്പോസിഷൻ. നെക്സ്റ്റ് ഇവിടുത്തെ എന്ത് വരും? 2 ആണ് അല്ലേ? F2 ആണ്. അപ്പോൾ 1, 2 എഴുതുക. 1നെ ഏതിലേക്കാണ് പോണത്? 1നെ 2ലേക്ക്, 2നെ 1ലേക്ക്. ഇനി നോക്കാം. F1 കോമ്പോസിഷൻ F2 ആണ്. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. 1നെ 2ലേക്ക് പോകുന്നു അല്ലേ? ഇവിടെ ഞാൻ എഴുതാം. ദാറ്റ് ഈക്വൽ ടു ഫസ്റ്റ് എന്ത് ചെയ്യുക? 1, 2 എഴുതി വെക്കുക. നെക്സ്റ്റ് ഈ 1ൻ്റെ ഇമേജാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത് അല്ലേ? ദാറ്റ് ഈസ് 1നെ 2ലേക്ക് പോകുന്നു, 2നെ 2ലേക്ക് പോകുന്നു. അപ്പോൾ 1 2ലേക്ക് പോകുന്നു, 2 1ലേക്ക് പോകുന്നു, 1 1ലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് 2 ഏതിലേക്ക് പോകുന്നു? 2 1ലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് ഏതാണ് ഇമേജ്? 1 2 2 2 1. ദാറ്റ് ഈസ് F2. അപ്പോൾ F1 കോമ്പോസിഷൻ F2 കിട്ടി. നെക്സ്റ്റ് പിന്നെ ഏതുള്ള F2 കോമ്പോസിഷൻ F1 എങ്ങനെ എഴുതാം?
F2 കോമ്പോസിഷൻ F1. ഫസ്റ്റ് F2 എഴുതാം അല്ലേ? F2 എഴുതാം. F2 മെട്രിക്സ് ഏതാണ്? F2യുടെ കറസ്പോണ്ടിങ് മെട്രിക്സ് ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മൾ അല്ലേ? 1 2 2 1 എന്നാണ് F1. 1 1 1 2 1 2. ഇനി ചെക്ക് ചെയ്യാം. 1നെ 1ലേക്ക്, 1നെ 2ലേക്ക്, ദാറ്റ് ഈസ് 1നെ 2ലേക്ക്, 2നെ 2ലേക്ക്, 2നെ 1ലേക്ക്, ദാറ്റ് ഈസ് 2 to 1. ഏതാണ്? ദാറ്റ് ഈസ് 1 to 2 2 to 1 അല്ലേ? ഇതന്നെയാണ് അല്ലേ? ദാറ്റ് ഈസ് F2. ദാറ്റ് ഈസ് ഇത് F2 വരും. നെക്സ്റ്റ് F2 കോമ്പോസിഷൻ F2. F2 കോമ്പോസിഷൻ F2. F2 കോമ്പോസിഷൻ F2 1 2 അല്ലേ? 1 2 2 1 1 2 1 2 2 1 എങ്ങനെ വരും? 1നെ 2ലേക്ക്, 2നെ 1ലേക്ക്, ദാറ്റ് ഈസ് 1നെ 1ലേക്ക്. നെക്സ്റ്റ് 2 1ലേക്ക്, 1 2ലേക്ക്, ദാറ്റ് ഈസ് 2 to 2 അല്ലേ? ഇതാണ് ഫംഗ്ഷൻ. ഇതേതാണ്? 1നെ 1ലേക്ക്, 2നെ 2ലേക്ക്, ദാറ്റ് ഈസ് F1. ഇനി ഇവിടെ നിന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഈ ഒരു റോല് F1 F2 അല്ലേ? ഈ ഒരു റോല് F2 F1, ഈ ഒരു കോളത്തിൽ F1 F2, ഈ ഒരു കോളത്തിൽ F2 F1 അല്ലേ? എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിരുന്നു. Therefore ഇതെന്താണ്? ഇത് ഗ്രൂപ്പാണ്. F1 ഏതാണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്? F1 കോമ്പോസിഷൻ F1 F1 കിട്ടി, F1 കോമ്പോസിഷൻ F2 F2 കിട്ടി അല്ലേ? F2 കോമ്പോസിഷൻ F1 F2 കിട്ടി, F2 കോമ്പോസിഷൻ F2 F1 കിട്ടി. അപ്പോൾ ഏതാണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്? ഐഡൻറ്റിറ്റി എലമെൻറ്റ് F1 ആണ്. F1ൻ്റെ ഇൻവേഴ്സ് എന്താണ്? F1. F2യുടെ ഇൻവേഴ്സോ? F2യുടെ ഇൻവേഴ്സ് കിട്ടണമെങ്കിൽ F2 എന്ന ഈ കോളം നോക്കുക. അവിടെ എവിടെയാണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്? അതിന് നേരെ മുകളിലോട്ട് നോക്കുക. ദാറ്റ് ഈസ് F2 ആണ്. അപ്പോൾ F1 ഇൻവേഴ്സ് ഈക്വൽ ടു F1, F2 ഇൻവേഴ്സ് ഈക്വൽ ടു F2. ഓക്കെ. ഇനി അബീലിയൻ ഗ്രൂപ്പാണോ? F1 കോമ്പോസിഷൻ F2 എന്താ കിട്ടിയ? F2 കിട്ടി. F2 കോമ്പോസിഷൻ F1 ആണോ? അതും F2 കിട്ടി. ദർഫോർ ഇത് അബീലിയൻ ഗ്രൂപ്പാണ്. അപ്പോൾ ഇതെന്താണ്? അബീലിയൻ ഗ്രൂപ്പാണ്. എല്ലാ എലമെൻസും കമ്മ്യൂട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ക്ലോസ്ഡ് ആണ്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഐഡൻറ്റിറ്റി എലമെൻറ്റ്, അതുപോലെ തന്നെ എല്ലാ എലമെൻസിനും ഇൻവേഴ്സ് ഉണ്ട്. ദർഫോർ ദിസ് group, that is set of all permutation on the set A form a abelian group. ഓക്കെ. അപ്പോൾ ഇതായിരുന്നു തൊട്ട് മുന്നത്തെ കറക്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷേ അവിടെ ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആൻസർ ചെയ്തതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ പ്രോബബിലിറ്റി സെറ്റ് ഓഫ് ആൾ പെർമ്യൂട്ടേഷൻ എന്ന അവിടെ സെറ്റ് ഓഫ് ആൾ ഫങ്ഷൻ എന്ന് എഴുതിയാൽ മതി. S2 എന്നത് നമ്മൾ ജനറൽ ചെയ്ത് ഡിനോട്ട് ചെയ്യുന്ന ഒരു നൊട്ടേഷനാണ്. S2 പറഞ്ഞു കഴിഞ്ഞാൽ 2 1 2 എന്ന സെറ്റിലുള്ള പെർമ്യൂട്ടേഷൻ. S3 പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 ഇതിലുള്ള പെർമ്യൂട്ടേഷൻ. ഓക്കെ. പെർമ്യൂട്ടേഷൻ പറഞ്ഞാൽ 1 1 1 2 ഫംഗ്ഷനാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയും. അപ്പോൾ ഇത് ഒരു സ്റ്റാൻഡേർഡ് നൊട്ടേഷനാണ്. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ S2 എന്നത് ഉദ്ദേശിക്കുന്നത് പെർമ്യൂട്ടേഷനാണ്. പക്ഷേ അവിടെ എടുത്തിട്ടുള്ള ഫംഗ്ഷൻ എന്തല്ല? പെർമ്യൂട്ടേഷൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരുന്നില്ല. ഓക്കെ. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ക്ലിയർ ചെയ്യുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് ഐസോമോർഫിസം, ഹോമോമോർഫിസം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഐസോമോർഫിസം, ഹോമോമോർഫിസം. ബാക്കിയുള്ള പ്രോബ്ലംസ് ഇതിൽ ഒരുപാട് പ്രോബ്ലംസ് ഇനിയും സോൾവ് ചെയ്യാണ്ട് ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് റിവിഷൻ ടൈമിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.